ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി 100 ദിവസം അങ്കത്തട്ടിനിറങ്ങിയിരിക്കുകയാണ് ഈ 19 മത്സരാർത്ഥികൾ. ഇവരൊക്കെ ഏതൊക്കെ മേഖലകളിലാണ് തിളങ്ങിയതെന്നറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ജിസേൽ തക്രാൾ മലയാളിയായ അമ്മ, പഞ്ചാബിയായ അച്ഛൻ, മോഡലിംഗ് രംഗത്തും ബോളിവുഡ് സിനിമകളിലും അഭിനയിച്ച നടി. 1990 സെപ്റ്റംബറിലാണ് ജിസേൽ ജനിച്ചത്. പ്രായം 34. ഡോക്ടർ ബെന്നി സെബാസ്റ്റ്യൻ മലയാള ടെലിവിഷൻ സീരിയലുകളിലെ നിറസാന്നിധ്യം. 1998 മാർച്ച് 26-നാണ് ബെന്നി സെബാസ്റ്റ്യൻ ജനിച്ചത്. നെവിൻ കാപ്രീഷ്യസ് ഫാഷൻ കൊറിയോഗ്രാഫർ. വളരെ സ്റ്റൈലിസ്റ്റാണ്. ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് ഈ താരത്തെ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഇഷ്ട മത്സരാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു രസികനാണെന്നതിൽ യാതൊരു സംശയവുമില്ല. നെവിൻ ജനിച്ചത് 1991 ഏപ്രിൽ 15. ഇപ്പോൾ വയസ്സ് 34. ശൈത്യ സന്തോഷ്. മിനി സ്ക്രീനിൽ പരിചിതമായ മുഖമാണ് ശൈത്യയുടേത്. ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് ഈ താരം. 1997 നവംബർ 11-നാണ് ശൈത്യ ജനിച്ചത്. ഇപ്പോൾ പ്രായം 27 വയസ്സ്. സോഷ്യൽ മീഡിയയിലൂടെ ഏറെ പരിചിതമായ മുഖമാണ് ശാരികയുടേത്. യൂട്യൂബ് അഭിമുഖങ്ങളിൽ പലരെയും വെള്ളം കുടിപ്പിച്ച അവതാരിക. മൂർച്ചയേറിയ ചോദ്യങ്ങൾ വളരെ രസകരമായി ചോദിക്കുക എന്നതാണ് ശാരികയുടെ ഒരു പ്രത്യേകത. എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ശാരികയുടെ മൂർച്ചകളൊന്നും ഏൽക്കുന്നില്ല എന്നതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. 1986 മാർച്ച് 6-നായിരുന്നു ശാരികയുടെ ജനനം. ഇപ്പോൾ വയസ്സ് 39. RJ ബിൻസി. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയും പോലെ ഒരു പെൺകുട്ടി. സ്വന്തം കഠിന പ്രയത്നത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്തവൾ. റേഡിയോ അവതാരികയായാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. 1999 ഒക്ടോബർ 18-നാണ് ബിൻസി ജനിച്ചത്. ഇപ്പോൾ പ്രായം 25 വയസ്സ്. ഷാനവാസ് നല്ലൊരു കലാകാരനാണ്. ഷാനവാസിനെക്കുറിച്ച് അധികമാരോടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. സിനിമയാണ് തുടക്കമെങ്കിലും സീരിയലിലെ മിന്നും പ്രകടനം നല്ലൊരു തുടക്കമായി. സീരിയൽ മമ്മൂട്ടിയാണെന്നാണ് പ്രേക്ഷകർ പറയാറുള്ളത്. 1981 ജാനുവരി 11-നാണ് ഷാനവാസ് ജനിക്കുന്നത്. ഇപ്പോൾ വയസ്സ് 44. ഒണിയൽ സാബു. പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. എല്ലാം കൊണ്ടും ഭാഗ്യം നേടിയെടുത്ത ചെറുപ്പക്കാരൻ. വൈവിധ്യപൂർണമായ വഴികളൊക്കെ മനോഹരമാക്കാൻ ഒണിയൽ സാബുവിന് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ ജീവിത വഴികളിലൂടെ നടന്നു വന്ന മത്സരാർത്ഥി. ജീവിത ലക്ഷ്യം നിറവേറ്റാൻ മനസ്സുമടുക്കാതെ രാപ്പകൽ അധ്വാനിച്ച് ലക്ഷ്യത്തിലെത്തിയ ഒരമ്മയുടെ മകൻ കൂടിയാണ് ഒണിയൽ സാബു. 1988 ഡിസംബർ 26-നായിരുന്നു ഒണിയൽ സാബു ജനിച്ചത്. വയസ്സ് 36. റെന ഫാത്തിമ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി. ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് ഈ കൊച്ചുമിടുക്കി. സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനമാർഗം കണ്ടെത്തിയ മിടുക്കി കൂടിയാണ് റെന ഫാത്തിമ. 2005 സെപ്റ്റംബർ 13-നാണ് റെന ഫാത്തിമയുടെ ജനനം. ഇപ്പോൾ വയസ്സ് 19. യൂത്തിൻ്റെ പുതിയ മുഖമാണ് അപ്പാനി ശരത്. സിനിമാ മേഖലയിലെ ജനപ്രിയ മുഖമാണ് അപ്പാനിയുടേത്. അങ്കമാലി ഡയറീസ് എന്ന ഒറ്റ സിനിമയിലൂടെ ഇദ്ദേഹത്തിന് ജനപ്രീതി നേടിയെടുക്കാൻ കഴിഞ്ഞു. 1992 ഏപ്രിൽ 15-നായിരുന്നു അപ്പാനിയുടെ ജനനം. അക്ബർ ഖാൻ. വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ശ്രദ്ധ പിടിച്ച ഗായകൻ. ഒരു ചാനലിലെ റിയാലിറ്റി ഷോയിലും പങ്കെടുത്ത ഗായകൻ കൂടിയാണ് അക്ബർ ഖാൻ. ഒരു നല്ല ശബ്ദത്തിൻ്റെ ഉടമ. 1994 മെയ് 11-നാണ് അക്ബർ ഖാൻ ജനിച്ചത്. ഇപ്പോൾ വയസ്സ് 31. ഒരു സർക്കാർ ജോലിക്കായി ഉദ്യോഗാർത്ഥികൾ നെട്ടോട്ടമോടുമ്പോൾ ഇവിടെ ഒരാൾ സർക്കാർ ജോലി ഉപേക്ഷിച്ച് 2 വർഷം ബിഗ് ബോസിന് വേണ്ടി തയ്യാറെടുത്തു. അനീഷ് ബുദ്ധിമാനായ ഒരു കളിക്കാരനാണ്. വളരെ ക്ഷമയുള്ള ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. തൻ്റെ ചെവികൾക്കിടയിലൂടെ തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അട്ടഹാസങ്ങൾ കേൾക്കുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷേ രഞ്ജിത്ത് കുമാറിനെ അനുകരിക്കുന്നുണ്ടോ എന്നുപോലും പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്.
താനാണ് ശരി എന്ന് വാശി പിടിക്കുമ്പോഴും മറ്റുള്ളവർ ഫേക്കായി കളിക്കുന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന അനീഷിനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് കാണേണ്ടതുണ്ട്. അതിനായി നമുക്കും കാത്തിരിക്കാം. അനുമോൾ മിനി സ്ക്രീനിലൂടെ ഏവരുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിച്ച നടിയാണ് അനുമോൾ. 1995 ഏപ്രിൽ 24-നാണ് അനുമോൾ ജനിച്ചത്. ഇപ്പോൾ പ്രായം 30 വയസ്സ്. കലാഭവൻ സരിക. കൊച്ചിൻ കലാഭവൻ്റെ മിമിക്രി താരമായാണ് സരിക എത്തിയിട്ടുള്ളത്. വളരെ കഴിവുള്ള താരം. സ്റ്റേജ് ഷോകളിൽ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ഈ കലാകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മിമിക്രി മാത്രമല്ല, നല്ലൊരു ഗായിക കൂടിയാണ് കലാഭവൻ സരിക. 1985 ജൂൺ 21-നാണ് കലാഭവൻ സരികയുടെ ജനനം. ഇപ്പോൾ വയസ്സ് 40. ആര്യ ഖത്തൂറിയ നല്ലൊരു മോഡലും അഭിനേതാവുമാണ്. ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കഴിവ് തെളിയിക്കാൻ ഈ കണ്ടസ്റ്റൻസിന് കഴിഞ്ഞിട്ടുണ്ട്. മോഡലായും നടനായും സ്പോർട്സ് താരമായും ഡാൻസറായും ഒക്കെ തിളങ്ങിയ നടനാണ് ആര്യൻ. ഹിന്ദി ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള നടനാണ്. 1983 എന്ന സിനിമയിലൂടെയാണ് ആര്യൻ മലയാളത്തിലെത്തുന്നത്. രഞ്ജിത്ത് മുൻഷി. എല്ലാവർക്കും സുപരിചിതനാണ് ഇദ്ദേഹം. ഏഷ്യാനെറ്റിലൂടെ മുൻഷി ബാർബർ കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാളികൾക്ക് സുപരിചിതനാണ് ഇദ്ദേഹം. രേണു സുധി. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നത് രേണു സുധിയായിരുന്നു. ജനപ്രിയ കോമഡി താരം കൊല്ലം സുധിയുടെ ഭാര്യ. വളരെയധികം മാനസിക സംഘർഷങ്ങൾ നേരിട്ടയാളാണ് രേണു സുധി. സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശാരീരികമായും മാനസികമായും തളർന്നു പോയ ഇവർക്ക് ബിഗ് ബോസ് സീസൺ 7-ൽ പിടിച്ചു നിൽക്കാനാവുമോ എന്നുള്ളതാണ് സംശയം. അഭിലാഷ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദമ്പതികളിലെ ഭർത്താവ്. ഭിന്നശേഷിക്കാരനായ അഭിയുടെ തൊഴിൽ നൃത്തമാണ്. തൻ്റെ കുറവുകൾ കുറവല്ല എന്ന് തെളിയിച്ച് കാണികളെ അത്ഭുതപ്പെടുത്തിയ കലാകാരൻ. കേട്ട പരിഹാസങ്ങൾ തനിക്ക് കരുത്താണ് നൽകിയതെന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു. 1990 നവംബർ 7-നാണ് അഭി ജനിച്ചത്. ഇപ്പോൾ വയസ്സ് 34. അദില നൂറ. ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യ ലെസ്ബിയൻ കപ്പിൾസ്. അതിരുകളില്ലാത്ത പ്രണയമായിരുന്നു ഇവരുടേത്. നൂറ 1999 നവംബർ 25. ഇപ്പോൾ വയസ്സ് 25. അദില 1998 ഓഗസ്റ്റ് 24. ഇപ്പോൾ വയസ്സ് 26.